ഹായ് കൂട്ടുകാരെ, നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ദാണ്ട നമുക്ക് ആവോലി ഫ്രൈ ചെയ്യാം. നമ്മൾ തമ്പുലൈന് കാണിച്ചതുപോലെ ഫ്രൈ ചെയ്തെടുക്കാവേ. അപ്പോൾ ആവോലി മേടിച്ചിട്ടുണ്ടായിരുന്നു. ദാണ്ട ഞാനത് തൊലിയൊക്കെ ഇരിയണമല്ലോ. ഞാനും മീനും കൂടെ വല്ലാത്തൊരു മൽപ്പിടുത്തമായിപ്പോയി ഗൈസ്. എൻ്റെ പൊന്നു കൂട്ടുകാരെ, വലിയ പാടുപെട്ട്. നമ്മുടെ കയ്യിലൊന്നും വിരലിലൊന്നും നഖമില്ലാത്തതുകൊണ്ട് തൊലി ഇരിഞ്ഞെടുക്കാൻ ഭയങ്കര പാടാണേ. അപ്പോൾ ദാണ്ട അത് കഴുകി, തൊലിയൊക്കെ ഇരിഞ്ഞിട്ട് അത് കഴുകി എടുക്കുകയാണ്. കുറേ വെള്ളത്തിൽ കഴുകിയെടുക്കണം. നല്ല വൃത്തിയായിട്ട് കഴുകി അതിൻ്റെ ചോരമയൊക്കെ പോകണം. നല്ല രുചിയുള്ള മീനാണ് കേട്ടോ, ഭയങ്കര ടേസ്റ്റായി മീൻ. അത് ഓരോ വെള്ളത്തിൽ കഴുകിയെടുക്കുകയാണ്. അതുകൊണ്ട് വൃത്തിയായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ ചെയ്യണം, ഒന്ന് വരഞ്ഞെടുക്കാം. ഫ്രൈ ചെയ്യാനല്ലേ, എല്ലാം ഫ്രൈ ചെയ്യുക. കാര്യം കറി വെക്കുന്നതിനൊക്കെ ടേസ്റ്റ് ഫ്രൈ ചെയ്യുന്നതാണ്. ഇവിടെ എല്ലാവർക്കും മീൻസ് നമ്മുടെ മക്കൾക്ക് ഫ്രൈ ചെയ്യുന്ന ഇഷ്ടം. മീൻ കറിയൊക്കെ കൂട്ടാൻ ഭയങ്കര പാടാണേ. ഇതെല്ലാവരും മേടിച്ച് റെഡിയാക്കിയിട്ടുള്ള മീനായിരിക്കും. ഞാൻ എൻ്റെ രീതിയിൽ ഞാൻ വെച്ച് കാണിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ അതെല്ലാം വരഞ്ഞെടുത്തു. ഇനി നമുക്കതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പ് ഒക്കെ ചേർക്കാം കേട്ടോ. അതിനകത്ത് ഞാൻ വെളുത്തുള്ളി ഇഞ്ചിയൊന്നും ചേർത്തില്ല. ഇവിടെ പിള്ളേർക്ക് അതിൻ്റെ ടേസ്റ്റ് അങ്ങോട്ട് പിടിക്കത്തില്ല, അതുകൊണ്ട് അതൊന്നും ചേർത്തിട്ടില്ല കേട്ടോ. മഞ്ഞൾപ്പൊടി ഇട്ടു. ഇനി കുരുമുളക് പൊടി ഇടാം. കുരുമുളക് പൊടി ഇട്ടു. അതിന് ശേഷം നമുക്ക് നാരങ്ങയുണ്ട്. അപ്പം നാരങ്ങ നീര് ഒഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. മീൻ ഫ്രൈ ഒക്കെ ചെയ്യുന്നതിന് നാരങ്ങ നീര് ഒഴിക്കുന്നത് നല്ല ടേസ്റ്റല്ലേ. അപ്പോൾ നാരങ്ങ നീര് നല്ല പിഴിഞ്ഞൊഴിച്ചു. നമുക്കതിലേക്ക് ഒരു ഇത്തിരി വെളിച്ചെണ്ണയും കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. ആ ബാറ്റർ ഒന്ന് അതിനകത്ത് പിടിക്കണം കേട്ടോ. അതുകൊണ്ട് കുറച്ച് കറിവേപ്പിലയും ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതെല്ലാം കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ആ മീനൊന്ന് അരപ്പ് പിടിച്ചെടുക്കട്ടെ. അപ്പോൾ കുറച്ച് നേരം അത് അരപ്പ് തേച്ച് നല്ലതുപോലെ പിടിച്ച് കുറച്ച് നേരം പിടിക്കട്ടെ അത്. എന്നിട്ട് ശേഷം നമുക്ക് ഫ്രൈ ചെയ്യാൻ വെക്കാം. അപ്പോൾ ഒരു 15 മിനിറ്റേ വെച്ചിട്ടുള്ളൂ. കാര്യം രാവിലെ നമ്മൾ വെപ്രാളം പിടിച്ചുള്ള തയ്യാറെടുപ്പുകളല്ലേ. അപ്പോൾ അതുകൊണ്ട് 15 മിനിറ്റേ വെച്ചിട്ടുള്ളൂ. അതുകൊണ്ട് ഫ്രൈ ചെയ്യാൻ പാത്രം വെച്ച് എണ്ണ ഒഴിച്ച് ചൂടായി ഓരോന്നായിട്ട് നമുക്ക് അതിലേക്ക് ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ഓരോന്നായി പറക്കിയിട്ടു. ഇനി അത് ഒന്ന് മൂത്ത് വരട്ടെ. ഒരു സൈഡ് അടച്ച് വെച്ച് വേവിക്കാമെങ്കിലേ, മീനൊക്കെ അടച്ച് ഫ്രൈ ചെയ്യുന്നതൊക്കെ അടച്ച് ചെയ്യാമെങ്കിൽ അതൊന്ന് നല്ലപോലെ വെന്ത് കിട്ടും മീനൊക്കെ കേട്ടോ. അപ്പോൾ നമ്മൾ അടച്ച് ഫ്രൈ ചെയ്യുകയാണ്. അവിടെ ഒരു സൈഡ് മൂത്തിട്ടുണ്ട്, അടുത്ത സൈഡ് നമ്മൾ തിരിച്ചിട്ടു കണ്ടോ. അടുത്ത സൈഡ് നമ്മൾ തിരിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ ഒരു സ്റ്റെപ്പ് നമ്മൾ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. വേണ്ട നമ്മുടെ ആവോലി ഫ്രൈ റെഡി കണ്ടോ. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഓക്കേ.